നമുക്ക് മെറ്റീരിയൽ തരികയും ചെയ്തു. അപ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഒരു പദ്ധതി ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിന് സഹകരിച്ച എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഊർജം നൽകുകയും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിച്ചത് ബേബിച്ചേട്ടനാണ്. അതുപോലെ തന്നെ പൗലോസേട്ടനെ സഹായിച്ചിട്ടുണ്ട്, ജോസഫും സഹായിച്ചിട്ടുണ്ട്, സിനിമയും സഹായിച്ചിട്ടുണ്ട്. വീണ്ടും അതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും ആത്മാർത്ഥ സഹകരണം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തു നിൽക്കുന്നു. സർക്കാരിൽ നിന്നും ലഭിച്ച പദ്ധതി പ്രകാരം പൂർത്തീകരിക്കാൻ പറ്റാതെ ആകെ കിടന്ന് ഉഴലുമ്പോഴാണ് ശ്രീ സുബ്രൻ എന്നൊരു താല്പര്യമെടുത്തിയുള്ള കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ചെലുത്തി മൂത്ത പോയ മാതിരി ദേശത്തിൽ 2-3 പ്രാവശ്യം ചെല്ലിപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്തായിരുന്നാലും എല്ലാവരുടെയും സഹായ സഹകരണം, പ്രത്യേകിച്ച് 2-3 പേര്, ഞാൻ ആ പേര് ഇപ്പോൾ പറയുന്നില്ല, അവർ വളരെ ആത്മാർത്ഥമായി കൈയടിച്ച് സഹായിച്ചതിൻ്റെ പേരിലാണ് നമുക്കിത് വീണ്ടും ഒരു പുനരുദ്ധാരണം നടത്തി പൂർത്തീകരിക്കാനുള്ള വഴിയിലേക്ക് പോകുന്നത്. ഇതുമായി സഹകരിച്ച നേരത്തെ ഇവിടെ സുബ്രൻ പറഞ്ഞതുപോലെ ഇതൊക്കെയാണ് സമൂഹത്തിലെ മാതൃകാപരമായ പ്രവൃത്തിയായി മാറ്റേണ്ടത്. വളരെ പാവപ്പെട്ട, പ്രത്യേകിച്ച് പപ്പൻ രോഗിയായി കിടപ്പായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഒരു തരത്തിലുള്ള വരുമാന മാർഗങ്ങളും ഇല്ലാതെ പോകുന്ന അദ്ദേഹത്തെ സഹായിക്കാൻ നമുക്കെല്ലാവർക്കും ആയ തരത്തിലുള്ള സഹായം. ഈ സംരംഭത്തിന് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത ബഹുമാനായ ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗം ശ്രീ സുബ്രൻ, പ്രിയപ്പെട്ട സിനി, പ്രിയപ്പെട്ട 2 സിനിമാരെ, മറ്റ് സ്നേഹം നിറഞ്ഞ പൗലോസ് അടക്കമുള്ള ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു വലിയ സേവനമാണ് ഇന്ന് ചെയ്യുന്നത്. ഞാൻ അകലെ നിന്ന് നോക്കുമ്പോൾ കുന്നിന് 2 ഭവനം ലഭ്യമാകും. ഒന്ന് വലിയ താമസമില്ലാതെ നോക്കുന്ന സെൻറ്റ് ജോസഫ് ദൈവഭവനവും, ഇന്ന് ഇവിടെ മറ്റൊരു നിർധനൻ്റെ ഭവനവും വരിക എന്ന് പറയുന്നത് അത് ആ നാടിന് ഏറെ നന്മ ചെയ്യുന്നു. അല്ലാതെ നൽകിയ വ്യക്തികളെക്കാൾ കൂടുതൽ അത് സ്ഥിതി ചെയ്യുന്ന നാടിന് നന്മ ചെയ്യുന്ന 2 ഭവനങ്ങളാണ് ഇവിടെ ഉയർന്നു വരുന്നത്. അതിനകത്ത് ഈ നിർധനൻ്റെ ഭവനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തകന് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമാണ്. അതിന് അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്തു എന്ന് പറയുന്നു. അതിൻ്റെ പിന്നിൽ നിന്ന് ബഹുമാനായ ശ്രീ KP ബേബി അടക്കമുള്ള സഹപ്രവർത്തകർ സഹായിച്ചു എന്നുള്ളതും ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്തായാലും വലിയ ഒരു പുണ്യപ്രവൃത്തിയാണ് ഇന്ന് ഇവിടെ ചൊരിയപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ നന്മകളും മറ്റും നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് മറ്റു പലരിലേക്കും പടരുമ്പോഴാണ് ഇതിൻ്റെ നന്മകൾ ചൊരിയപ്പെടുന്നത്. അത്തരത്തിൽ ഇന്ന് ഇവിടെ കാണിച്ച ഈ മഹാമനസ്കത മറ്റ് ഭവനങ്ങളിലേക്കും കൂടി വ്യാപരിച്ച് ഈ ഭവനത്തിന് ലഭ്യമായ ആ സഹായവും എല്ലാം മറ്റു ഭവനങ്ങൾക്ക് കൂടി ലഭ്യമാകുന്ന രീതിയിലേക്ക് വളരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ ഇനിഷ്യേറ്റീവായിട്ട് എടുത്ത ബഹുമാനായ TV സുബ്രനെ ഒരിക്കൽ കൂടി ഏറെ ഭയങ്കരമായ രീതിയിൽ അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ആവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നൽകി പോന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ നമ്മളിതിൽ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഭവനം കാണുക എന്നത് മനസ്സിനൊരു ദുഃഖകരമായൊരു അവസ്ഥയാണ്. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ നിൽക്കുന്നിടത്തോളം നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കാതെയും വയ്യ. അപ്പോൾ നിലവിൽ നമ്മൾ കുറേ മനസ്സുകളുടെ, നമുക്കറിയാം ചുറ്റുപാട് കോക്കുന്ന് 4-ാം വാർഡിനെ സംബന്ധിച്ച് ദാരിദ്ര്യം കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു പ്രദേശവാസികളാണ്. അതെല്ലാം മുൻകൂട്ടി നമ്മൾ കാണുകയും മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് കുറേ പേര്, ധാരാളം പേര് ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് ചില ആളുകൾക്ക് ഒരു കൈത്താങ്ങ് നമുക്ക് ആവശ്യമാണ്. അതിന് നല്ല മനസ്സിൻ്റെ ഉടമയായ ഒത്തിരി പേര് സമീപിക്കുകയും അവരുടെ സഹായത്താൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചതിൽ
വളരെയധികം സന്തോഷം അറിയിക്കുകയും ഇതിന് കൂടെ നിന്ന് നമ്മളോടൊപ്പം സഹകരിച്ചപ്പോൾ നമ്മൾ ബേബിച്ചാനോട് വിവരം പറയുകയും ബേബിച്ചേട്ടൻ അതിനുള്ള സഹായങ്ങൾ ബേബിച്ചാൻ്റെ പരിചയവും സുഹൃബന്ധവും എല്ലാം ഉപയോഗിച്ച് അത് ഉപയോഗിച്ച് നമ്മൾക്കത് തരുമ്പോൾ നമ്മൾ അതിനോടൊപ്പം ചേർന്ന് നിന്ന് നിങ്ങളുടെ എല്ലാവരെയും സഹായ സഹകരണത്തോടെ അത് നടത്താൻ സാധിക്കുമ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും പേര് ഇവിടെ കൂടി ഈ ഭവനം ഒന്ന് കെട്ടിപ്പടുത്ത് ഉയർത്തുവാനായിട്ട് നമ്മൾ കാണിക്കുന്ന മനസ്സ്. ഇവിടെ ഒരു വിവാഹം കഴിച്ചു വന്ന ഒരു പെൺകുട്ടി, അതിൻ്റെ കുഞ്ഞുമുണ്ട്. അവരിപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ മൂലം അവർ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നിലവിലുള്ള ഈ വീട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ അറിയാം. അപ്പോൾ ദൈവം എല്ലാവിധ നന്മകളും ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ഇവർക്ക് താമസയോഗ്യമാക്കി കൊടുക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ വാർഡ് മെമ്പർ സുബ്രഹ്മണ്യൻ മറ്റ് പ്രമുഖ വ്യക്തികളെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വീടാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാനൊക്കെ ആദ്യമേ തുടങ്ങി വരുമ്പോഴും ഇതിങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വളരെയധികം സന്തോഷം, ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ശാഖയുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾ വരട്ടെ. അതിൽ ഞാൻ ആഗ്രഹിക്കുന്നു. മെമ്പർമാർക്കും എല്ലാ നാട്ടുകാർക്കും വീട്ടുകാർക്കും ജോലിക്കാരും എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു ഭവനം പണിയാൻ സുബ്രഹ്മണ്യൻ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന എൻ്റെ നാട്ടിലുള്ളവർക്ക് എനിക്കും ഒരു അഭിമാനം തോന്നി. കാരണം ഇങ്ങനെ ഒരു നമ്മളെല്ലാം വലിയ വീടുകളിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഈ കാണുന്ന സുബ്രഹ്മണ്യനെ സംബന്ധിച്ചോളം ഇവിടെ എല്ലാവരും തന്നെ ഒരുമാതിരി ചെറിയ ചെറിയ കുടുംബങ്ങളാണ്, ഒത്തിരി സഹായങ്ങൾ ആവശ്യമുള്ളവരാണ്. അപ്പോൾ ഞങ്ങൾ കഴിയുന്ന രീതിയിൽ സുബ്രഹ്മണ്യനും ഈ കാട്ടിലുള്ളവർക്കും സപ്പോർട്ട് എല്ലാവർക്കും നമ്മുടെ സന്തോഷകരമാണ് ഈ ഭവനം എന്ന് പറയുന്നത്. ലൈഫിന്റെ പദ്ധതിയിൽ വെച്ച് എങ്കിലും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് സാമ്പത്തികമായി ഇല്ലാത്തത് കാരണം കൊണ്ട് അവരുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പെട്ടെന്ന് പ്രവർത്തിക്കാനും അത് വേണ്ട രീതിയിൽ പണി പൂർത്തിയാക്കാനും സാധിക്കാതെ കുറച്ച് നാളായി ഇതിങ്ങനെ തറയിട്ട് വെച്ച് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ സുബ്രഹ്മണ്യൻ വന്നപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഇവിടെയൊക്കെ നമുക്ക് സഹായം കിട്ടുമോ ആ രീതിയിൽ അന്വേഷിച്ച് അത് എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള പരിപാടി സുബ്രഹ്മണ്യൻ്റെ നല്ല മനസ്സിന് പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ഇതോടൊപ്പം സഹകരിക്കുന്ന എല്ലാവർക്കും ജോലിക്കാരായാലും നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. വേഗം ഈ വീട് പൂർത്തിയാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ബേബിച്ചേട്ട, വാർഡ് മെമ്പേഴ്സ്, അതുപോലെ ചേട്ട, ഇവിടെ അയൽവാസികളും നാട്ടുകാരുമായിട്ടുള്ള ആളുകളെ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത് വലിയൊരു ഈ കുടുംബത്തിന് വലിയൊരു അനുഗ്രഹമാണ്. സുബ്രഹ്മണ്യൻ ഇന്നലെ വിളിച്ചിങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ മനസ്സിൽ വലിയൊരു സന്തോഷം തോന്നി. ഇത് എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയ സ്നേഹ ബഹുമാനരെ പേരുകൾ പ്രിയ സ്നേഹ ബഹുമാനിലെ ജനപ്രതിനിധികളെ, നാട്ടുകാരെ, ഞാനിപ്പോൾ മുക്കനൂർ നിവാസിയാണ്. ഒരു 4 പതിറ്റാണ്ടായി മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഒരു നവമാധ്യമങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ന്യൂസ് ക്ലബ്ബ് അങ്കമാലി രൂപം കൊണ്ടിട്ടുണ്ട്. 4 മാസമായി. ജസ്റ്റ് അതിൽ മെമ്പറാണ്. ഞാൻ ഈ കോക്കുന്ന് തെക്കേട്ടാറിൽ താമസിക്കുന്നു. ഞാൻ ഒത്തിരി എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി ചാരിറ്റി ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും. എൻ്റെ വാർത്ത കണ്ടിട്ട് കുറേ രോഗികൾക്ക് ചികിത്സാ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തികച്ച അവിചാരിതമായിട്ട് ജസ്റ്റ് ഒരു കാര്യത്തിന് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അറിയുന്നതും വരാനിട വന്നത്. എനിക്ക് പറയാനുള്ളത്, ഞാൻ 70 വയസ്സ് വരെ ലോൺ അടയ്ക്കേണ്ട അവസ്ഥയിലാണ് ഒരു വീടിന് വേണ്ടി ഫണ്ട് എടുത്തിട്ടുള്ളത്. KSB ലോൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ 70 വയസ്സ് വരെ ഇപ്പോൾ തന്നെ കിടക്കുകയാണ്. 54 വയസ്സായുള്ളൂ. ഇനി ലോൺ അടയ്ക്കാൻ നമ്മൾ ബുദ്ധിമുട്ടുന്നു. എങ്കിലും മറ്റുള്ളവരെ സഹായിച്ച ശീലമുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ്മയ്ക്കും ഈ ഒരു ഉണർവിനും എല്ലാവിധ സപ്പോർട്ടും ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് കരുതുന്നു. ഞങ്ങളാലാവുന്ന മാധ്യമ സപ്പോർട്ട് തരുന്നതാണ്. ഓക്കെ, എല്ലാവിധ ആശംസകളും തരുന്നു. നമ്മുടെ ബേബി ചേട്ടൻ, വാർഡ് മെമ്പർ സുബ്രൻ, പിന്നെ സിനി, ചേർന്ന അയൽക്കാരെ, പിന്നെ വേലിയസ്കരയിൽ പോയി കാര്യത്തിൽ എല്ലാവർക്കും നന്ദി പറയാനാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ കട്ടിൽ വയ്ക്കുന്ന സമയമാണ്. നല്ല സമയമാണ്. ഏറ്റവും നല്ല സമയത്താണ് നമ്മൾ വന്നതും. ഈ കട്ടിൽ നമ്മൾ ഈ
പരിപാടിക്ക് വേണ്ടി നമ്മൾ ശുഭ്രൻ വളരെ അതിന് പിന്നിൽ പ്രവർത്തിച്ച് ബുദ്ധിമുട്ടി അതിനൊപ്പം ബേബിച്ചേട്ടൻ അതിനൊപ്പം നിന്ന് പ്രവർത്തിച്ചു. പിന്നിൽ പ്രവർത്തിച്ച ബേബിച്ചേട്ടന് ഈ എല്ലാവരും പേരിൽ ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ വിചാരിക്കാത്ത സാധനങ്ങൾ അതിന് അനുയോജ്യമായ മാച്ച് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ഹോട്ടലിൽ അവിടെയൊക്കെ പറയുന്നതിനൊരു കാര്യമുണ്ട്, അത് പറഞ്ഞു സൂചിപ്പിച്ചിട്ടുണ്ട്. Thank you.